അനേകം പുലികളെ കൊന്ന ഒരു രാജാവോട് ജീവിച്ചിരുന്നെന്നും മറ്റൊരു ചരിത്രം കുടുംബീയ കഥത്തിൽപ്പെട്ട് വിഷ്ണു വർമ്മനാൾ എഴുതിയ ലിഖിതമെന്നാണ്. അങ്ങനെ മനുഷ്യന്മാർ വിവിധ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു. ഗുഹയ്ക്കല്ല ഈ ചിത്രങ്ങൾക്ക് 6000, ഈ ലിപിക്ക് 2300 വർഷത്തെ പഴക്കമാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഗുഹയാണ് വയനാട് ജില്ലയിലെ ഇടക്കൽ ഗുഹ. ഏകദേശം 6000-ഓളം വർഷം പഴക്കമുള്ള ഈ ഒരു ഗുഹയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടക്കൽ ഗുഹയിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരം കടന്നാലാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്താം. ഇവിടെ നിന്ന് വാഹനങ്ങൾ കടത്തി വിടില്ല. അതുപോലെ തന്നെ കുത്തനെയുള്ള റോഡിലൂടെ വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ അങ്ങോട്ട് കയറരുത് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാറകളിൽ കൊത്തിവെച്ച രൂപങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 1 കിലോമീറ്ററോളം കുത്തനെയുള്ള റോഡിലൂടെ എത്തിയിട്ട് വേണം നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ എത്താൻ കേട്ടോ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്താൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, വയസ്സായുള്ളവർ, ഇത്തരത്തിലുള്ളവരൊന്നും അവിടെ പോവാതിരിക്കുക വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ രാവിലെ പോകുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം കയ്യിൽ കരുതാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റും. 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. അതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുരങ്ങന്മാർ ചാടി പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കുരങ്ങന്മാർക്കൊക്കെ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു പേടിയുള്ള കാര്യമില്ല. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ വിക്രസ് കാണിക്കാമെന്നാൽ നമുക്ക് തിരിച്ചു തന്നെ പണി കിട്ടും കേട്ടോ. നമ്മുടെ ബാഗ്, മൊബൈൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ കയ്യിൽ കിട്ടിയാൽ അത് എടുത്തിട്ട് ഓടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. 50 രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. താഴെ നിന്നും 1 കിലോമീറ്ററോളം കുത്തനെയുള്ള റോഡിലൂടെ എത്തിയിട്ട് വേണം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എടക്കൽ ഗുഹ എത്താറായിന്ന്. ഒരിക്കലുമില്ല, ഒരുപാട് ഇനിയും സ്റ്റെപ്പുകൾ കയറി പോകാനുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ക്ഷീണിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ഇരുന്നും പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയ പാറകൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ക്ഷീണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പതുക്കെ പതുക്കെ ഓരോരുത്തരും കയറി പോവാണ്. പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കൊക്കെ അവിടെ എത്താൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് പിടിച്ചൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 2 ഗുഹകളാണ്. അതിൻ്റെ ഫസ്റ്റ് ഗുഹയുടെ എൻട്രൻസിൻ്റെ ആണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ പാറകളുടെ ഇടയിലൂടെ ഒക്കെ കയറി വരുന്നത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. ഇതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ പാറകൾ കാണാം. ഇതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഒരുവിധം ആളുകളൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഇരിക്കാറുണ്ട്. ഇതിൻ്റെ അത്രയും വീണ്ടും നമ്മൾ നടന്നിട്ട് വേണം അടുത്തൊരു ഗുഹയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ പാറകൾ. എങ്ങനെയാണ് ഇത് ഇത്രയും വലിയ പാറകൾ ഇങ്ങനെ പൊട്ടിപ്പിളർന്ന് കിടക്കുന്നതെന്നൊക്കെ നമ്മൾ അതിശയിച്ച് പോകട്ടോ. അത്രയും വലിയ പാറകളാണ് മുകളിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള സ്റ്റെപ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ സംഭരിക്കാൻ വേണ്ടിയിട്ട്, ഉറവിൽ നിന്നും വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെമ്പൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായിട്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിൽ പോയിട്ട് കാണാം. അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഉള്ളിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് കേട്ടോ. അതിവിടെ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് കാണുന്നുണ്ട്. വലിയ പാറകളാണ് 2 സൈഡിലുള്ളത്. അതിൻ്റെ മുകളിലായിട്ടൊരു പാറ വീണ് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വരച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്, അവരടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ സ്ഥലത്തിന് എടക്കൽ എന്ന് പറയാൻ തലയ്ക്ക് മുകളിലിരിക്കുന്ന കല്ല്, അങ്ങനെ ഇടയിലിരിക്കുന്ന കല്ല് എടക്കൽ എന്നുള്ള പേര്. ഇതായതൊരു ഭൂകമ്പത്തിലാണ്. ഇതിൻ്റെ പ്രത്യേകത 6000 വർഷം മുമ്പ് മനുഷ്യന്മാരൊരു താമസിച്ചിരുന്നു. അവർ ആ കാലത്ത് വരച്ചതിൻ്റെ ചിത്രങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടുപിടിക്കുന്ന 1894 മലബാറിന്റെ SP ആയിരുന്ന ഫെഡറിക് ഫോസറ്റിൽ നിന്ന് ബ്രിട്ടീഷാണ്. നമ്മൾ നിൽക്കുന്നത് സമുദ്രം 4000 മണിയാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 2 കേവാണ്. ഒന്നിന്റെ കളിക്ക് ഫസ്റ്റ് കേവ്, ഇത് സെക്കൻഡ് കേവ്. ചിത്രങ്ങൾക്കൊക്കെ 6000 വർഷമാണ് പഴക്കം. ഇതൊരു ഗോത്ര രാജാവിന്റെ ചിത്രമാണ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇവിടെ ഒരു ശ്രീരൂപമുണ്ട്. ഈ ചിത്രങ്ങൾക്കൊക്കെ ശേഷം വന്ന 2 എഴുത്തുണ്ട്.
ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ലിപി എന്ന് പറയുന്നത്. മുകളിലത്തെ തമിഴ് ബ്രഹ്മീൻ, താഴത്തെ പ്രാകൃത സംസ്കൃതം. 2008 തമിഴ് ബ്രഹ്മീൻ അർത്ഥം എന്ന് പറഞ്ഞാൽ അനേകം പുലികളെ കൊന്ന ഒരു രാജാവോട് ജീവിച്ചിരുന്നെന്നും മറ്റൊരു അർത്ഥം കുടുംബീയ കഥത്തിൽപ്പെട്ട് വിഷ്ണു വർമ്മനാൽ എഴുതിയ ലിഖിതം എന്നാണ്. അങ്ങനെ മനുഷ്യന്മാർ വിവിധ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു. ഗുഹയ്ക്കല്ല, ഈ ചിത്രങ്ങൾക്ക് 6000, ഈ ലിപിക്ക് 2300 വർഷത്തെ പഴക്കമാണുള്ളത്. മനുഷ്യവാസത്തിന്റെ ആദ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി കരുതാവുന്ന എടക്കൽ ഗുഹകളിൽ ശിലാലിഖിതങ്ങളും അതുപോലെ തന്നെ കല്ലിൽ കൊത്തിയ മരങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മുൻഗാമികളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു എടക്കൽ ഗുഹ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ പല മ്യൂസിയത്തിലോ അതല്ലെങ്കിൽ പല ഗുഹകളൊക്കെ കാണാൻ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഇങ്ങനെ കാണാം, കൊത്തുപണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊന്നും ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാറില്ല. നമ്മൾ ഈ ഗുഹയുടെ മുകളിലൊരു പാറ വന്ന് വീണ് കിടക്കുന്നുണ്ട്, ആ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അതങ്ങോട്ട് തിരിഞ്ഞു പോകാറാണ്. പക്ഷെ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു, ഒരുപാട് 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണിത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നു. എന്തായിരിക്കും ആ ഒരു സംഭവം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടൊക്കെ നോക്കുന്ന എത്ര പേരുണ്ടാവും. അതുപോലെ തന്നെ ഈ കൊത്തുപണികളൊക്കെ ചെയ്തത് ഒരു ആളുടെ ഹൈറ്റിനേക്കാൾ കൂടുതലൊക്കെ കാണാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊത്തുപണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളിപ്പോൾ ലാഡർ എന്ന് പറയുന്ന പോലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും, മരത്തോടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാവും കൊത്തുപണി ഇട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ച് പോകും. ഒരു പാറ മുകളിൽ വന്നിട്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഈ ഒരു പാറ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കാനുള്ള കാരണം വലിയൊരു ഭൂകമ്പത്തിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാറകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിളർന്നിട്ട് അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ടുള്ള ഒരു കല്ലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് കാണുമ്പോൾ ശരിക്കും അതിശയിച്ച് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഒരുപാട് ആളുകളാണ് വന്ന് കാണുന്നത്. കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ മറ്റൊരു വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആളുകൾ കൂടിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ മലകൾ പിളർന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മല പിളർന്നിട്ട് താഴെ വരെ നമുക്ക് വലിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ് ഇതിൽ കൂടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പഴയ രാജാക്കന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാറ്റ് കിട്ടാനായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ പാറകളിൽ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ലിഖിതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഇവർ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നോ അല്ലെങ്കിൽ എന്ത് ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ 6 സഹസ്രാബ്ദം മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഈ ഒരു ലിഖിതങ്ങൾ ഇവിടെ ശേഷിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.